ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ എമി ജോൺസൺ. ജേർണി ത്രൂ സാംസിന്റെ 151 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 86 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവും ആകുന്നു. നമുക്കത് 5-ാം വാക്യത്തിൽ കാണാം. നമുക്ക് ഇന്ന് അവകാശപ്പെടുവാനുള്ള മഹത്തായ ഒരു വാഗ്ദത്തമാണിത്. 2 വാക്യങ്ങൾക്ക് ശേഷം സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നു, നീ എനിക്ക് ഉത്തരമരുളുകയാൽ എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. പ്രാർത്ഥിപ്പാനുള്ള അനേകം പ്രോത്സാഹനങ്ങൾ സങ്കീർത്തനക്കാരൻ തരുന്നു. ഒന്നാമതായി, ദൈവം ആരെന്ന് ഓർക്കുക. ദൈവത്തിന്റെ സവിശേഷതകൾ ഒരിക്കലും മറക്കരുത്. ദൈവത്തെ നന്നായി അറിയുന്തോറും നമുക്ക് നന്നായി പ്രാർത്ഥിപ്പാൻ സാധിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്ന ഈ ദൈവം ഏതു തരത്തിലുള്ള ദൈവമാണ്? നല്ലവനും ദയാലുവും ക്ഷമിക്കുവാൻ തയ്യാറായവനും. നിങ്ങൾ ഒരു പക്ഷേ പറയും, എൻ്റെ കരങ്ങളും ഹൃദയവും എല്ലാം അഴുക്കായതുകൊണ്ട് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ സാധ്യമല്ല, ഞാൻ ആകേണ്ട വിധത്തിൽ ആയിട്ടില്ല. പിന്നീട് ദൈവസന്നിധിയിൽ വന്ന് ഇപ്രകാരം പറയൂ, നീ ക്ഷമിക്കുവാൻ തയ്യാറാണ് എന്ന് ഞാൻ അറിയുന്നു, നീ മഹാദയാലുവാണെന്ന് ഞാൻ അറിയുന്നു. ദൈവം നിങ്ങളോട് ക്ഷമിക്കും. തന്നോട് നിലവിളിക്കുന്നവരുടെ നിലവിളി അവൻ കേൾക്കും. രണ്ടാമതായി, ദൈവം എന്ത് ചെയ്യുന്നു എന്ന് ഓർക്കുക. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. നമുക്കത് 10-ാം വാക്യത്തിൽ കാണാം. ഇരമ്യാവ് 33:3 പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. മൂന്നാമതായി, ദൈവം എന്തു വാഗ്ദത്തം ചെയ്യുന്നു എന്ന് ഓർക്കുക. മത്തായി 7:7 നമുക്ക് കാണാം, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല. യാക്കോബ് 4:2 കാണാം. ദൈവം ആരാണെന്ന് ഓർക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം എന്ത് തരം ദൈവമാണെന്ന് ഓർക്കുക. അവൻ ചെയ്യുന്ന മഹത്വവും അത്ഭുതകരവുമായ കാര്യങ്ങളെയും ഓർക്കുക. അസാധ്യമായത് നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്യും. വീണ്ടും ഓർക്കുക, ഉത്തരം തരാമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പ്രിയ മക്കളെ, ഇതെല്ലാം പ്രാർത്ഥിപ്പാനുള്ള അത്ഭുതകരമായ പ്രോത്സാഹനങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ എന്തു ചെയ്തു എന്ന് ഓർക്കുക. നിങ്ങളോടുള്ള അവന്റെ വിശ്വസ്തതയെ വീണ്ടും വീണ്ടും എണ്ണി നോക്കുക. തിരുവചനത്തിലെ വാഗ്ദത്തങ്ങൾ സ്വന്തമാക്കി എന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്നു. പ്രാർത്ഥിപ്പാനുള്ള അനേകം പ്രോത്സാഹനങ്ങൾ സങ്കീർത്തനത്തിലൂടെ കണ്ടല്ലോ. ദൈവം ആരാണെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും മനസ്സിലാക്കി തന്നതിനായി നന്ദി പിതാവേ. അങ്ങ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവവുമാണല്ലോ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും നന്ദി. തിരുവചന പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.